നമസ്കാരം സുഹൃത്തുക്കളെ, 142 മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ മാത്യു. എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ മാറി മുണ്ടിത്തെടുക്ക എന്ന സ്ഥലത്തുള്ള, അതായത് മലങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് മെക്കാടം ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരേക്കർ സ്ഥലവും ആ സ്ഥലത്തുള്ള മനോഹരമായ ഒരു വീടിനെ പറ്റിയുമാണ്. കാസർഗോഡ് മുണ്ടിത്തിടുക്ക ബസ് റോഡിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരം മെക്കാടം ടാറിംഗ് റോഡ്. മനോഹരമായ 4 ബെഡ്റൂമിൻ്റെ ഒരു വീട്, 2 നിലകളായുള്ള വീടാണ്. കവുങ്ങും തെങ്ങും, ധാരാളം വെള്ളം, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ. ഇനി നമുക്ക് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയിലേക്ക് വരാം. കവുങ്ങും തെങ്ങുമാണ് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗം. നല്ല കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന 200ഓളം കാസർഗോഡൻ കവുങ്ങും, അതുപോലെ 17 തെങ്ങുകൾ, പ്രായമായ തെങ്ങുകൾ, 35ഓളം 5-ാം വർഷം പ്രായമായ ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയ തെങ്ങുകളുമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. കായ്ക്കാൻ തുടങ്ങിയെന്ന് പറയാൻ 35 തെങ്ങുകളും ചൊട്ടയിട്ടതാണ്. നല്ല ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ്. റോഡിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് വീടിരിക്കുന്നത്. മെക്കാടം ടാറിംഗ് റോഡാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നല്ല മനോഹരമായ ഒരു കാഴ്ച അനുഭവമാണ് ഈ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ലഭിക്കുന്നത്. ശാന്തമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക്, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വേണ്ട ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു അവസരമാണിത്. അതുപോലെ തന്നെ ഈ ടാറിംഗ് റോഡിനോട് ചേർന്ന് കുറച്ച് കാലി സ്ഥലമുണ്ട്. നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ബിൽഡിങ് കെട്ടാനോ അല്ലെ മറ്റൊരു വീട് കെട്ടാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഈ ഒരേക്കർ സ്ഥലത്തിനും 4 ബെഡ്റൂം വീടും ഉൾപ്പെടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില 77 ലക്ഷം രൂപയാണ്. ഇതുപോലെ ഒരു വീട് കെട്ടണമെങ്കിൽ തന്നെ ഏകദേശം എത്ര ഉറുപ്പ്യാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ സ്ഥലത്തിന് ചുറ്റുപാടുമുണ്ട്. ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ആദ്യമായാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.